കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. 5 സ്റ്റോൺ മിനിസ്ട്രീസിൻ്റെ ദൈവവചന സന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഈ രാവിലെ കാലവും നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സർവകൃപാലുവായ ദൈവം നമുക്കൊരുക്കി തന്ന വലിയ ഭാഗ്യത്തിനായി, പദവിക്കായി ദൈവത്തിന് മഹത്വം കരുത്തുന്നു. സർവശക്തൻ നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ലൈവിലും അതിനുശേഷവും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. കർത്താവ് ഇന്ന് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മെ ഓരോ നിമിഷവും നടത്തുന്നു. കർത്താവിൻ്റെ കരുണയാണ് നാം ഓരോ ദിവസവും നിലനിൽക്കുന്നത്. ഒരിക്കൽ പോലും നമ്മുടെ കഴിവോ മിടുക്കോ ശ്രേഷ്ഠതയോ നമ്മുടെ പ്രാർത്ഥനയുടെ മിടുക്കോ ഒന്നും അല്ല. ദൈവനാമത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവത്തിന് നമ്മുടെ മേലൊരു കരുണയുണ്ട്, അല്ലേ? സ്തോത്രം. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മുടെ കർത്താവിനെ വാസ്തവത്തിൽ എത്ര സ്തുതിച്ചാലും നമുക്ക് മതി വരത്തില്ല. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ഒരു ഭാഗ്യ പദവി ഓർക്കുമ്പോൾ, ഒട്ടനവധി ആളുകൾക്ക് ഈ ഭാഗ്യമില്ലാതെ ഇരിക്കുമ്പോൾ, സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ 5 സ്റ്റോൺ മിനിസ്ട്രീസിൽ ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ സർവശക്തൻ എനിക്ക് തന്ന വലിയ ഭാഗ്യത്തിനായ സ്തോത്രം. മുഖാന്തരമായി ഭവിച്ച കർത്താവിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, പ്രിയ ജോർജ് മാത്യു പാസ്റ്റർ, പ്രിയ ഷാജി ജോൺ പാസ്റ്റർ, സന്തോഷ് പാസ്റ്റർ, മറ്റെല്ലാ ദൈവദാസന്മാർക്കും വേഗത്തിൽ ആഗമനാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി വന്ദനം പറയുന്നു. കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നു മുതൽ നാം പുതിയൊരു വിഷയം ചിന്തിച്ച് തുടങ്ങുകയാണ്. ആ വിഷയം ഇതാണ്: അവൻ നമ്മോട് കൂടെ ഇരിക്കും എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അവിടെയാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായ വിഷയം. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ദൈവത്തിന് മഹത്വം. ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഒരിക്കലൂടി ഞാൻ പറയാം: ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു തിരുവെഴുത്തിന്റെ നിവൃത്തി. പഴയ നിയമത്തിന്റെ വേദഭാഗം പുതിയ നിയമത്തിലേക്ക് കോട്ടി എഴുതിയിരിക്കുന്നതാണ് പ്രസ്തുത വേദവാക്യം. പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ, ഏകദേശം 50ഓളം പഴയ നിയമ ഉദ്ധരണികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ തന്നെ ഏറ്റവും പരമപ്രധാനമായ ഒരു ഉദ്ധരണിയാണിത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം സംബന്ധിച്ച് പഴയ നിയമ പ്രവാചകൻ യെശയ്യാവ് സംസാരിച്ച ഒരു പ്രവചന സൂക്തമാണ് നാം വായിച്ചു കേട്ടത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, ആധിപത്യം അവന്റെ തോളിന്മേൽ ഇരിക്കും എന്നുള്ള വാക്യം ചിന്തിച്ചു. ഈ പ്രഭാതത്തിലും നമ്മുടെ വാക്യത്തോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ കിടപ്പുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ആ ഭാഗം കിടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് കിടക്കുന്ന ഒരു വാക്യം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. യേശു കർത്താവിൻ്റെ ജനനം, ജീവിതം, ശുശ്രൂഷ, മരണം, അടക്കം, പുനരുദ്ധാനം ഇവയെല്ലാം പഴയ നിയമ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. സ്തോത്രം.
യെശയ്യാവ് ക്രിസ്തുവിന് ഏകദേശം 750 വർഷങ്ങൾക്ക് മുമ്പ് ആത്മാവിൽ പ്രവചിച്ചു വെച്ചതിന്റെ നിവൃത്തി ഇവിടെ വെളിപ്പെട്ട് വരികയാണ്. ഞാൻ ആരംഭത്തിൽ തന്നെ ഒരു കാര്യം പറയാം. കർത്താവ് നമ്മളോടൊരു വാക്ക് പറഞ്ഞു എന്ന് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ, ദൈവം നമ്മളോട് ഒരു വാഗ്ദത്തം, ഒരു പ്രവചനം പറഞ്ഞു എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് നിവൃത്തിയാകാതിരിക്കത്തില്ല. തിരുവെഴുത്ത് പറയുന്നു, എൻ്റെ വചനം അതിൻ്റെ പ്രവൃത്തി തികച്ചതിന് ശേഷം എൻ്റെ അടുക്കൽ മടങ്ങി വരും. അപ്പൊ ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ തിരുവെഴുത്തോ ദൈവനിശ്വാസിയുമായ ദൈവത്താൽ ഉളവാകുന്ന പ്രവചനങ്ങളുമൊക്കെ നിവൃത്തിയാകാതെ തരമില്ല. ഇവിടെ പ്രവാചകൻ അത് പ്രവചിക്കുമ്പോൾ തനിക്കറിയത്തില്ല, പക്ഷെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ആ പ്രവചന നിവൃത്തി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ വംശാവലിയൊക്കെ പറഞ്ഞിങ്ങോട്ട് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. യോസഫ് മറിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം ചെയ്ത് അവർ കൂടി വരുന്നതിന് മുമ്പേ മറിയ പരിശുദ്ധിയാത്മാവിനാൽ ഗർഭിണിയായി. എന്നാൽ ഈ മറിയെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ യോസഫ് പദ്ധതിയിട്ടു. അങ്ങനെ പദ്ധതി ഇട്ടിരിക്കുമ്പോൾ സ്വപ്നത്തിൽ അവന് അരുളപ്പാടുണ്ടായി. ഇവൻ അനേകരെ രക്ഷിക്കേണ്ടവനായതുകൊണ്ട് ഇവന് യേശു എന്ന് പേർ വിളിക്കണം എന്ന് തിരുവെഴുത്ത് പറയുന്നു. യോസഫിന് സ്വപ്നത്തിൽ ആ വിധത്തിലുള്ളൊരു ദർശനമുണ്ടായി. അപ്പോൾ അതിനുശേഷം പറയുകയാണ്, ദൈവം നമ്മോട് കൂടെ ഇരിക്കും എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കണം. അപ്പൊ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തീരുമാനമെടുക്കുവാൻ കുഴഞ്ഞു മറിഞ്ഞ്, എന്നാ പിന്നെ മറിയയ്ക്ക് ലോകാപവാദം വരുത്തുവാൻ സംഗതിയാവേണ്ട എന്ന് കരുതി മറിയെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ പദ്ധതിയിട്ടപ്പോൾ യോസെഫിന് വേണ്ടി ദൈവം സ്വപ്നത്തിൽ വെളിപ്പെട്ടു. ദൈവത്തിന് മഹത്വം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാതെയാണ് ഇരിക്കുന്നതെങ്കിൽ, അപ്പോൾ ദൈവഹിതം മനസ്സിലാകാതെ ദൈവഹിതത്തെ അവഗണിക്കുവാനുള്ള ഒരു സാധ്യതയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായും ദൈവം സംസാരിക്കുന്ന പകലായി തീരട്ടെ, പ്രഭാതമായി തീരട്ടെ. ഇവിടെ യോസെഫ് പറയുക, സ്തോത്രം, യോസെഫിനോട് പറഞ്ഞു, ഒന്ന്, അവൻ അനേകരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. രണ്ടാമത്തെ കാര്യം, ദൈവം നമ്മോടുകൂടെ ഇരിക്കും എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ട് കിടപ്പുണ്ട്. നമ്മുടെ പ്രധാന ചിന്താവിഷയം എന്ന് പറയുന്നത് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. ഇവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം, രക്ഷിക്കുന്ന ഒരു കാര്യം, അതായിരിക്കും മറിയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത്. മാനവകുലത്തിന്റെ സകല പാപത്തിന്റെയും പരിഹാരത്തെ വീണ്ടെടുത്ത്, മനുഷ്യനെ വീണ്ടെടുത്ത് അവനെ രക്ഷിക്കുവാൻ കഴിയുന്ന പര്യാപ്തമാകുന്ന ഒന്നാണ് മറിയയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്നതെന്ന് അവിടെ നമുക്ക് വ്യക്തമാകുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, അവൻ രക്ഷിക്കും എന്ന് മാത്രമല്ല, അവൻ നമ്മോട് കൂടെ ഇരിക്കും എന്നുള്ള ഒരു ഉറപ്പ് കൂടി അവിടെ കൈമാറപ്പെടുകയാണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒന്ന്, രക്ഷിക്കുന്നവനായ കർത്താവ്. രണ്ട്, നമ്മുടെ കൂടെ ഇരിക്കുന്നവനായ ദൈവം. നമുക്കറിയാം, ഇന്ന് രക്ഷിക്കാമെന്ന് പറയുകയും വാക്ക് തരികയും ചെയ്യും പല മേഖലകളിലും, അല്ലെ? പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മെ രക്ഷിക്കാം, കൈത്താങ്ങാം എന്നൊക്കെ പലരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കും. എന്നാൽ അവരൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ കൂടെ ഇരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ തിരുവെഴുത്തിൽ യേശു കർത്താവിനെ സംബന്ധിച്ച് പ്രവചന നിവർത്തി അല്ലെങ്കിൽ അത് പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ്: ഒന്ന്, അവൻ രക്ഷിക്കും; രണ്ട്, അവൻ കൂടെ ഇരിക്കും. എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? നോക്കി, അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായ, സകലത്തിനും കാരണഭൂതനായ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ, നമ്മെ, സ്തോത്രം, നമ്മുടെ മൂക്കിൽ ജീവസമുദി, നമ്മെ സൃഷ്ടിച്ച,
നമ്മുടെ കർത്താവ്, പ്രപഞ്ചോൽപത്തിക്ക് കാരണഭൂതനായ ദൈവം നമ്മോട് കൂടെ ഇരിക്കുമെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായി വലിയൊരു സംഗതി എന്താ? അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു കാര്യം എന്താ? ദൈവം നമ്മോട് കൂടെയിരിക്കും എന്ന് പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠവും സന്തോഷകരവുമായ ഒരു കാര്യം മറ്റൊന്നില്ലവേ ഇല്ല, ഇല്ലേ? സ്തോത്രം. നമ്മുടെ കൂടെ രാജാതി രാജാവും കർത്താതി കർത്താവും നമ്മോടൊപ്പമുണ്ടെങ്കിൽ പിന്നെ നാം ഭയപ്പെടുന്നത് എന്തിനാ? പിന്നെ നാം പരിഭ്രമിക്കുന്നത് എന്തിനാ? അല്ലേ? നമ്മെ ബലപ്പെടുത്തുന്ന ദൈവവചനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോൾ തന്നെ എൻ്റെ അകത്തൊരു ബലം ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമ്മളോട് കൂടെയുണ്ട്, അല്ലേ? ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊത്തിരി പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. ഒരു അതിജീവനത്തിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോ പ്രാവശ്യവും പുതിയ പുതിയ വിഷയങ്ങളാണ്, പുതിയ പുതിയ പ്രശ്നങ്ങളാണ്. അത് സഭയ്ക്കകത്തു നിന്നായിക്കോട്ടെ, ഭവനങ്ങളിൽ നിന്നായിക്കോട്ടെ, കൂട്ട് ദൈവദാസന്മാരിൽ നിന്നായിക്കോട്ടെ, ദേശങ്ങളിൽ നിന്നായിക്കോട്ടെ, ഒക്കെ നമുക്ക് ഓരോ സമയം ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ഉറച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇമ്മാനുവേലായ ദൈവം, അതായത് നമ്മോട് കൂടിയിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള വസ്തുത നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ പറയുന്നൊരു കാര്യം, കണ്ടാലും ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും. മറ്റൊരു ഭാഗത്ത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ ലോകത്തെ ജയിച്ച കർത്താവ്, ഇല്ലേ? പാപത്തെ ജയിച്ച കർത്താവ്, അവൻ എന്നോടും നിങ്ങളോടും കൂടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, അവൻ നമ്മോട് കൂടെ ഇരിക്കുന്നു. എത്ര ചിന്തനീയമായ ഒരു വിഷയമാണ് ഈ ആഴ്ചത്തേക്ക് കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. നമ്മെ ബലപ്പെടുത്തുന്ന ഒരു വിഷയം, നമ്മോട് കൂടെ ഇരിക്കുന്നവനായ ദൈവം. ഓക്കെ, ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ആദ്യം പറയുന്ന യേശു എന്ന് പേർ വിളിക്കും. ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ആളുകൾക്ക് പേരിടാൻ വലിയ എളുപ്പമാണ്, വിളിക്കുന്നവർക്കേ അതിന് ബുദ്ധിമുട്ടറിയത്തുള്ളൂ. പക്ഷെ യേശു കർത്താവിനെ സംബന്ധിച്ച് അവന് പറഞ്ഞ ആ പേരിനോട് നീതി പുലർത്തി എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. യേശു കർത്താവിനെ സംബന്ധിച്ച് യേശുവിനോട് പറഞ്ഞ പേരിന് യേശു നീതി പുലർത്തി. സ്തോത്രം. യേശു കർത്താവ് നീതി പുലർത്തി. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പല സ്ഥലങ്ങളിലും പലർക്കും പേരിടും. സുഗുണനെന്നും സുശീലെന്നും ഒക്കെ പേരിടും. പക്ഷെങ്കിൽ അവരുടെ സ്വഭാവം അറിയുന്നതിന് മുമ്പാണ് ആ പേരിടുന്നത്. എന്നാൽ കുറച്ചും കൂടെ മുമ്പോട്ട് അവരുടെ ജീവനം മുമ്പോട്ട് വരുമ്പോഴാണ് ഈ സുഗുണൻ എന്നുള്ള പേര് ഒരു കാരണവശാലും അവന് ചേരത്തില്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സ്തോത്രം. അതുപോലെ സുശീലയെന്നും സുഗുണനെന്നും ഒക്കെ പേരിടുമ്പോൾ പലപ്പോഴും നമുക്ക് പിന്നീടാ മനസ്സിലാകുന്ന ഈ പേരിന് അവർ ഒട്ടും യോഗ്യരായിരുന്നില്ല. യേശു കർത്താവിനെ സംബന്ധിച്ച് നമുക്ക് അടിയുറച്ച് പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ഈ പേരൊക്കെ അവന്റെ ജീവിതത്തിൽ വളരെ അന്വർത്ഥമായി. സ്തോത്രം. അപ്പൊ നമ്മുടെ പേരിനോട് നമ്മളൊരു നീതി പുലർത്തണം, അല്ലേ? ദൈവം നമുക്ക് നൽകിയൊരു പേരുണ്ടല്ല, എന്താ? ദൈവമക്കൾ, അല്ലെ? വിശ്വാസികൾ, ദൈവമക്കൾ, അല്ലെ? കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കുവാൻ ആ യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ്. പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ ലോകവും ദൈവവും ഒക്കെ നമുക്ക് ആ കാര്യങ്ങളെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ എത്ര പേര് ആ ഒരു പേരിനോട് നീതി പുലർത്തുന്നുണ്ട്? ദൈവമക്കൾ എന്നുള്ള പേരിനോട് നമ്മൾ എത്ര പേര് നീതി പുലർത്തുന്നുണ്ട്? നമുക്ക് നീതി പുലർത്തുവാൻ കഴിയണം. ഏറെക്കുറെയെങ്കിലും നീതി പുലർത്തുവാൻ കഴിയണം. നമ്മുടെ പേരിനോട് ഏറെക്കുറെയെങ്കിലും നീതി പുലർത്താൻ നമുക്ക് കഴിഞ്ഞേ പറ്റൂ. കാരണം നമ്മൾ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ വൻ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ക്രിസ്തുവേശുവിനെ പ്രദർശിപ്പിക്കുന്ന ആളുകളാണ്. ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യബോധം നമ്മൾ തിരിച്ചറിയുകയും ആ ദൈവം ഒപ്പമുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കുവാൻ കഴിയത്തില്ല. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ളിടത്തേക്ക് പോകുവാൻ കഴിയത്തില്ല. അപ്പൊ ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്.
പ്രൈസ് ഗോഡ്. അപ്പൊ ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പൊ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത് ദൈവം നമ്മോട് കൂടെ ഇരിക്കും. ദൈവം നമ്മോട് കൂടെ ഇരിക്കും. അപ്പോൾ സ്തോത്രം. യേശു കർത്താവിന്റെ ജനനം സംബന്ധിച്ച് യെശയ്യാവ് പറഞ്ഞ കാര്യമാണിതെങ്കിലും 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം യേശു കർത്താവിന്റെ ജനനം, യേശു കർത്താവിന്റെ മരണം ഇതൊക്കെ തിരുവെഴുത്തിൻ പ്രകാരമുള്ളതായിരുന്നു എന്ന് നമുക്ക് അവിടെയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോ ദൈവം നമ്മോടുകൂടെ ഇരിക്കുമെന്നാണ് പറയുന്നത്. ഇതിന് ദൈവം നമ്മോടുകൂടെ ഇരിക്കുമെന്നുള്ള ചിന്തയ്ക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ 1-2 കാര്യങ്ങളുടെ നമ്മുടെ ഉറപ്പിന് വേണ്ടി അടിവരയിട്ട് പറയുവാൻ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊരു കാര്യം പിടികിട്ടും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം തന്നെ വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, ദൈവം നമ്മോട് കൂടെയിരുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ വേഗത്തിലെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നോക്കി, ഈ വചനമാണ് ജഡാവതാരമെടുത്ത് അവനിയിൽ ആഗതനായി മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നത് ഈ യേശു കർത്താവാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കുറച്ചും കൂടി അതിനൊരു വ്യക്തതയ്ക്ക് കൊലോസ് ലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്. കൊലോസ് ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിനകത്ത് അവൻ ദേഹരൂപത്തിലിരിക്കെ സ്തോത്രം. അപ്പൊ ആരാ? ഈ യേശു കർത്താവ് ദേഹരൂപത്തിലിരിക്കെയാണ് അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. സ്തോത്രം. അപ്പോ ഈ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് ഒത്തിരി വാക്യങ്ങൾ നമുക്കറിയാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിനകത്ത് കിടപ്പുണ്ട്. നമ്മുടെ മഹാദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു കർത്താവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ തിരുവെഴുത്ത് നമുക്ക് ഒത്തിരി അടിവരയിട്ട് ഉറപ്പിച്ച് പറയുന്നുണ്ട് യേശു കർത്താവ് ദൈവമാണെന്ന്. സ്തോത്രം. അപ്പോൾ തന്നെ ദൈവമായിരിക്കുന്ന പരിശുദ്ധി ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്ന് നമുക്കറിയാം, ഇല്ലേ? അത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവാണ് വസിക്കുന്നത്. സാക്ഷാൽ ദൈവമാണ് നമ്മളിൽ വസിക്കുന്നത്. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അപ്പം നമ്മളിൽ ദൈവം ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ദൈവിക ബോധം നമുക്കുണ്ടായിരിക്കണം. നിർഭാഗ്യവശാൽ പലപ്പോഴും നമുക്ക് അതിന് കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ ലോകമക്കളെ സംബന്ധിച്ചൊരു വ്യത്യാസം നമുക്കുണ്ട്. ഇതൊരു നിമിഷം ഒരുപക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യ ബോധം നമ്മൾ മറന്നെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് ആ ദൈവാത്മാവ് നമുക്കൊരു ബോധം വരുത്തി തരുന്നുണ്ട്. നാം ദൈവത്തിന്റെ മകളാണെന്നുള്ള ബോധം ദൈവാത്മാവ് നമുക്ക് നൽകി തരുന്നു. നീ പറയേണ്ടതല്ല പറഞ്ഞത്, നീ ചെയ്യേണ്ടതല്ല ചെയ്യുന്നത്, നീ പോകേണ്ടടുത്തല്ല പോകുന്നത് എന്നൊക്കെ ഒരു ബോധം നമുക്ക് നൽകി തരുന്നത് ലോക മക്കളിൽ നിന്നും വ്യത്യസ്തമായി ദൈവം നമ്മളോട് കാണിച്ച വലിയൊരു കരുണയാണ്. ലോകത്തിലെ ജനത്തിന്റെ മനസാക്ഷി മരവിച്ച് നടക്കുമ്പോൾ അവർക്ക് മിളയച്ചകരമായ കാര്യങ്ങളിൽ അഭിമാനം കണ്ടെത്തുമ്പോൾ, ഇന്ന് ലോകത്തിലേക്ക് നമ്മുടെ കണ്ണെന്ന് ഓടിച്ചു നോക്കിയാൽ അപമാനകരമായ കാര്യങ്ങളിലാണ് അവർ സന്തോഷം കണ്ടെത്തുന്നതും അഭിമാനം കണ്ടെത്തുന്നതും. അവർക്ക് നിലവിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ എഴുതിയിരിക്കുന്നത് പോലെ ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത ഈ ലോകത്തിന്റെ ദൈവം അവരുടെ കണ്ണുകളെ കുരുട്ടാക്കി വെക്കുമ്പോൾ സത്യമേത് മിഥ്യേതെന്നറിയാതെ, നല്ലതേത് തീയതേതെന്നറിയാതെ, ദൈവമാര് എന്ന് അറിയാതെ ഈ ലോകത്തിന്റെ മക്കൾ മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മോടുകൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ
അല്പസ്വല്പം മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നതെന്നുള്ള വാസ്തവം നമ്മൾ മറന്നു പോകല്ലേ. അപ്പോൾ പലപ്പോഴും നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കാം, ഞാൻ മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നത്, മാന്യമായി ജീവിക്കുന്നത് ഒക്കെ എൻ്റെ കഴിവ് കൊണ്ടാണെന്ന്. അല്ലവേ അല്ല, ഇതൊന്നും നമ്മുടെ കഴിവല്ല. തരം കിട്ടിയാൽ നമ്മളും ഒരു പക്ഷേ മോശമായ ജീവിതം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ ഒരു വിദൂര സാധ്യതയുണ്ട്. വിദൂര സാധ്യതയൊന്നുമല്ല, സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ഈ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകാത്തത്. ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ, ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ദൈവഹിതമില്ലാത്ത മേഖലകളിലേക്ക് കടന്നു പോകാത്തതിന്റെ കാര്യം അവൻ നമ്മോടുകൂടെ ഇരിക്കുന്നു എന്നുള്ള ബോധം നമുക്കുള്ളത് കൊണ്ടാണ്. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ പറയാം. നമുക്കറിയത്തില്ലെങ്കിലും ഈ ലോകത്തിലുള്ള ആളുകൾക്ക് നന്നായി അറിയാം നാം ദൈവമക്കളാണ്. ഒരു പക്ഷെ പരസ്യത്തിൽ അത് ഉറപ്പിച്ചു തരണമെന്നില്ല. രഹസ്യത്തിൽ അവർ നിശ്ചയമായും അവർക്കറിയാം നാം ദൈവമക്കളാണ്. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞ കാൺമീൻ, നാം ദൈവമക്കൾ എന്നറിയുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ ആ ഒരു സാന്നിധ്യ ബോധത്തോടെ നാം ദൈവത്തിന്റെ മകളാണെന്നുള്ള ഉറപ്പ് പ്രാപിച്ചു വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഈ ഒരു ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരിടത്തും നമ്മൾ പരാജയപ്പെട്ടു പോകത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച്, നമ്മളായിരിക്കുന്ന ഇടത്ത് കർത്താവായ യേശു ക്രിസ്തു ആണ് എങ്കിൽ നാം എടുക്കേണ്ട തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കും? യേശു ആയിരുന്നു എങ്കിൽ ഒരു പക്ഷേ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രയാസപ്പെട്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ യേശു ആയിരുന്നു ഈ സന്നിഗ്ധ ഘട്ടത്തിൽ എങ്കിൽ കർത്താവിന്റെ തീരുമാനം എന്തായിരിക്കും? അപ്പം നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കണമെന്നിരിക്കട്ടെ. ആ സംസാരിക്കുവാനിരിക്കുന്ന വ്യക്തിയോടുള്ള ബന്ധത്തിൽ അവിടെ യേശു ആണ് എങ്കിൽ എങ്ങനെയായിരിക്കും സംസാരിക്കുക? ഒരു വിഷയത്തെ ഫേസ് ചെയ്യുമ്പോൾ യേശു ആണെങ്കിൽ ആ വിഷയത്തെ എങ്ങനെയാണ് ഫേസ് ചെയ്യുക? അപ്പൊ ആ ഒരു നിലവാരത്തിൽ ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പൊ യേശു നമ്മുടെ ഉള്ളിലില്ലേ? ഉണ്ട്. ദൈവം നമ്മോട് കൂടെ ഇല്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവം എന്താണ് ആ പ്രസന്റ് സിറ്റുവേഷനിൽ ചെയ്യുന്നത്, അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഇത് എല്ലായ്പ്പോഴും സാധ്യമായി തീരണമെന്നില്ല, ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചു. എങ്കിലും ദൈവം ആഗ്രഹിക്കുന്നത് അതാ. നമ്മൾ ദൈവമായിരുന്നു നാം ആയിരുന്ന കണ്ടീഷനിലെങ്കിൽ, യേശു ആയിരുന്നു ആ സാഹചര്യത്തിലെങ്കിൽ യേശു എങ്ങനെ ആ കാര്യത്തെ കൈകാര്യം ചെയ്യുമായിരുന്നു? അപ്പൊ ദൈവം അതാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. നമുക്കത് എത്രത്തോളം ചെയ്യുവാൻ കഴിയും, പ്രാബല്യത്തിൽ വരുത്തുവാൻ കഴിയും എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും മാത്രം തീരുമാനത്തിൽ അധിഷ്ഠിതമായ വസ്തുതയാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയത്തില്ല. ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം കർത്താവ് നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് അവൻ ദൈവത്തിന്റെ ഹിതത്തിനായിരിക്കും നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. ഒന്നും കൂടി പറയാം, ദൈവം നമ്മോടുകൂടെ ഉറപ്പാണെങ്കിൽ ആ ദൈവത്തിന്റെ ഹിതത്തിനായിരിക്കും നമ്മൾ താല്പര്യം കൊടുക്കുന്നത്. അവിടെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ സ്വഭാവങ്ങൾക്കും നമ്മുടെ ജീവിത ശൈലികൾക്കും ഒന്നും പ്രാധാന്യമില്ല. അപ്പൊ ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? വളരെ സിമ്പിളാണ്. ദൈവത്തിന്റെ ഹിതത്തിനാണോ നമ്മൾ നിൽക്കുന്നത്? ദൈവത്തിന്റെ ഇഷ്ടത്തിനാണോ നമ്മൾ നിൽക്കുന്നത്? അല്ലാത്ത പക്ഷം നമ്മുടെ അകത്ത് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയാണ്. തിരുവെഴുത്ത് പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നമ്മെ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പം വീണ്ടെടുക്കപ്പെടുവാൻ വേണ്ടി പലതും ചിലതും ഉപേക്ഷിച്ച് നമ്മൾ ദൈവകൃപയാൽ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് ചില നിസാര സംഗതികൾ കാരണം ആ വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ ഒരു പടി കൂടി കയറി പറഞ്ഞാൽ ആ നിത്യത നമ്മൾ നഷ്ടമാക്കി കളയരുത്. നമ്മുടെ നിത്യത, നിത്യജീവൻ നമ്മൾ നഷ്ടമാക്കി കളയുന്നവരുടെ കൂട്ടത്തിലായി തീരരുത്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ നമ്മൾ അതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ ദൈവിക ബോധത്തെ മറന്ന്
ദൈവ സാന്നിധ്യത്തെ അവഗണിച്ച് നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിന് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കാതെ, നമ്മിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ അനുവദിക്കാതെ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചെയ്തെടുക്കുവാൻ വേണ്ടിയുള്ള വ്യഗ്രത കൊണ്ട് നമ്മൾ അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, അതേ വേഗത്തിൽ തന്നെ നമ്മുടെ മേലുള്ള ദൈവിക പദ്ധതികൾ, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം വളരെ ദുഃഖകരമായ നിലയിൽ പറയട്ടെ, അത് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ദൈവഹിതത്തിന് നാം തടസ്സം നിൽക്കരുത്, ദൈവ ഇഷ്ടത്തിന് നാം തടസ്സം നിൽക്കരുത്. നമ്മുടെ ദൈവത്തെ പോലെ ഡീസന്റായി ഒരു ദൈവം വേറെയില്ല. എൻ്റെ അനുഭവത്തിൽ, എൻ്റെ അറിവിൽ, വളരെ ലളിതമായ എൻ്റെ അറിവിൽ, ഈ കർത്താവിനെ പോലെ ഡീസന്റായ ഒരു ദൈവം വേറെയില്ല. ദൈവം നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നതിനത്രയും മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് പരിമിതി ഉണ്ടെന്നല്ല, നാം ദൈവത്തിന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം അനുസരിച്ചാണ് ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് ആഗ്രഹമുണ്ട് നമ്മളുടെ വൻ കാര്യങ്ങളെ ചെയ്തെടുക്കണം, നമ്മെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, നാം അനുഗ്രഹിക്കപ്പെടണം, നാം അഭിവൃദ്ധി പ്രാപിക്കണം, നാം അനേകരെ ഈ ക്രിസ്തുവിലേക്ക് വേർതിരിക്കണം. അങ്ങനെ ദൈവത്തിന്റെ പദ്ധതികൾ അനവധിയാണ് നമ്മളെക്കുറിച്ച്. എന്നാൽ നാം ആ ദൈവിക പദ്ധതികൾക്ക്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടു കൊടുക്കാതെ നാം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കേണ്ടതിന് വേണ്ടി, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന് വേണ്ടി നാം ദൈവഹിതത്തോട് മറുതലിച്ചാൽ നമ്മുടെ അകത്ത് അധിവസിക്കുന്ന ദൈവം, അഥവാ നമ്മുടെ ചിന്താവിഷയമായ ദൈവം നമ്മോടുകൂടെ, അഥവാ ദൈവം നമ്മിലിരിക്കുമ്പോൾ, ആ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ അതിൽ പരം പരിശുദ്ധാത്മാവിന് ദുഃഖിക്കുവാൻ വേറെ എന്താണ്? ഞാൻ ഒന്നും കൂടി പറയാം. നിങ്ങളെ ഒരു ഭവനത്തിനകത്ത് പൂട്ടിയിട്ട് ദിവസങ്ങൾ അവിടെ ഇട്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താ? കഴിഞ്ഞ ക്വാറന്റൈൻ കാലാവധികളിൽ ഞാനടക്കം പലരും ക്വാറന്റൈനിൽ ഇരുന്നിട്ടുണ്ട്. ആ ക്വാറന്റൈനിൽ പീരീഡുകളിൽ നമ്മൾ ഭവനത്തിനകത്ത് അകപ്പെട്ടപ്പോൾ നമ്മൾ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി. എന്നതുപോലെ ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ കാഴ്ചക്കാരനാക്കി നമ്മുടെ അകത്തളങ്ങളിൽ തളച്ചിടാതെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് പരിപൂർണ സ്വാതന്ത്ര്യം കൊടുത്ത്, ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത്, പരിശുദ്ധാത്മാവിന് നമ്മിൽ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുവാൻ നമ്മൾ തയ്യാറായാൽ, എത്ര ഭയങ്കരമായ, എത്ര അതിശയകരമായ, എത്ര സന്തോഷകരമായ ദൈവപ്രവൃത്തികളായിരിക്കും ഞാനും നിങ്ങളും കാണുവാൻ പോകുന്നത്. പലപ്പോഴും പലവിധമായ സിസ്റ്റങ്ങൾ, പലവിധമായ ബൗദ്ധിക തലങ്ങൾ, പലവിധമായ പാരമ്പര്യങ്ങളൊക്കെ നിമിത്തം ദൈവാത്മാവിന് നമ്മിൽ പ്രവർത്തിക്കുവാൻ നാം അവസരം കൊടുക്കാത്തത് കൊണ്ടല്ലേ പലപ്പോഴും ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ കൂട്ടായ്മകളിലും, നമ്മുടെ ദേശത്തും നമുക്ക് കാണുവാൻ കഴിയാത്തത്? ദൈവാത്മാവിന് നമ്മിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ പറയാനും ഗ്ലോറി പറയുവാനും ഒക്കെ നമുക്ക് കഴിയും, സന്തോഷിക്കുവാനും നമുക്ക് കഴിയും. പക്ഷെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഈ ദൈവത്തെ നാം എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നുണ്ട്? എൻ്റെ ഭാഷകളെ ദയവായി ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ അകത്തിരിക്കുന്ന ഈ ദൈവാത്മാവിനെ, ദൈവത്തെ നാം എത്രയധികം പ്രയോജനപ്പെടുത്തുന്നുണ്ട്? തിരുവെഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരികയും അവനോടുകൂടി അത്താഴത്തിനിരിക്കുകയും ചെയ്യും. അതെന്താ യേശു കർത്താവ് ഇടിച്ചു കയറി ചെല്ലാത്തത്? അങ്ങനെ ഇടിച്ചു കയറി ചെല്ലുന്ന സ്വഭാവമുള്ളവനല്ല നമ്മുടെ കർത്താവ്. നാം കർത്താവിനെ രക്ഷകനും ദൈവവുമായി അംഗീകരിക്കുമ്പോഴാണ് ദൈവം നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലാതെ ദൈവം ഇടിച്ചു കയറി ചെന്ന് തന്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്ന ഒരാളെ അല്ല. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടല്ലോ, ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകി തന്നിട്ടുണ്ട്. നന്മയും തിന്മയും നമ്മുടെ മുൻപിൽ ഇരിപ്പുണ്ട്, ജീവനും മരണവും നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്, അനുഗ്രഹവും ശാപവും നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഈ ദൈവവും ഈ ലോകത്തിന്റെ ദൈവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആ സ്വാതന്ത്ര്യത്തെ നാം വിനിയോഗിച്ചുകൊണ്ട് നമ്മിൽ അധിവസിക്കുന്ന സർവശക്തനായ ദൈവത്തെ, ആ ദൈവത്തിന്റെ ശക്തിയെ നാം സ്വീകരിക്കുവാനും നമ്മിലൂടെ അത് പുറത്തു വരുവാനും നമ്മൾ അനുവദിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ദൈവത്തിന് മഹത്വം. അപ്പൊ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു.
അപ്പൊ എന്നെ കേൾക്കുന്ന കർത്താവിൽ ബഹുമാന്യരായ ദൈവജനമേ, ദൈവദാസന്മാരെ, യേശു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോകത്തിൽ സകലത്തെയും അതിജീവിക്കുവാൻ കഴിയും. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷ സഹിച്ചവനാണ് യേശു കർത്താവ്. അവൻ നമുക്ക് നല്ലൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. നമ്മുടെ ബലഹീനതകളിൽ തുണ നിൽക്കുവാൻ പരിശുദ്ധാത്മാവും ദൈവവും നമ്മോടൊപ്പമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ ക്രിസ്തീയ ജീവിതം നാം വിചാരിക്കുന്നത് പോലെ അത്ര ക്ലേശകരമായ കാര്യമല്ല. എന്ന് വെച്ചാൽ ഇവിടെ കഷ്ടമില്ലെന്നോ ബുദ്ധിമുട്ടില്ലെന്നോ ഇവിടെ പ്രതിസന്ധി ഇല്ലെന്നോ എന്നും സന്തോഷമാണെന്നും എന്നും പട്ടുമത്യമാണെന്ന് അല്ല ഞാൻ പറഞ്ഞതിന്റെ സാരം. നമ്മുടെ ബലഹീനതകളിൽ തുണ നിൽക്കുവാൻ പരിശുദ്ധാത്മാവൻ ദൈവം ഉള്ളത് കൊണ്ട് നമുക്ക് പ്രതിസന്ധി ഉണ്ട്, പക്ഷെ ആ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിക്കും. നമുക്ക് രോഗമുണ്ട്, പക്ഷെ ആ രോഗത്തെ നമ്മൾ അതിജീവിക്കും. നമുക്ക് സാമ്പത്തികമായ കെടുതികളുണ്ട്, പക്ഷെ ആ കെടുതികളെ നമ്മൾ അതിജീവിക്കും. നമ്മുടെ ഭവനങ്ങളിൽ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ആ പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിക്കും. ഒരിക്കലും ഒരു ദൈവവൈതൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ പ്രശ്നങ്ങൾക്ക് കീഴ്പ്പെടുന്നവനല്ല, പക്ഷെ അതിനെ ചാടിക്കടക്കുന്നവനായിരിക്കും. വിഷയങ്ങളെ ചാടിക്കടക്കുന്നവനായിരിക്കും. ദാവീദ് പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ഉറപ്പാണ്. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നേരെ നിൽക്കുന്ന ആ വിഷയത്തെ നിശ്ചയമായിട്ട് നമ്മൾ ചാടിക്കടക്കും. അത് നമ്മെ വാഴത്തില്ല, നാം അതിനെ വാഴും. അല്ലേ? ഉൽപ്പത്തി പുസ്തകം പഠിക്കാൻ എഴുതിയിരിക്കുക, ദൈവം സകലതും ഉണ്ടാക്കി, പക്ഷിമൃഗജാതികൾ സകലതിനെയും ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, മനുഷ്യനോട് പറഞ്ഞു അതിനെ വാഴുക, അതിനെ വാഴുക എന്ന് ദൈവം ആജ്ഞാപിച്ചു. അത് ദൈവം അപേക്ഷിച്ചതോ ദൈവം അഭിപ്രായം പറഞ്ഞതോ ദൈവം ഉപദേശിച്ചതോ ഒന്നുമല്ല. കർത്താവ് മനുഷ്യനോട് കൽപ്പിച്ചു അതിനെ വാഴുക. ഇല്ലേ? അപ്പം എന്നാൽ നമുക്കറിയാം മനുഷ്യന്റെ വീഴ്ച നിമിത്തം നമുക്കതൊക്കെ മാറിപ്പോയി. പക്ഷെ എന്നാൽ ആദ്യത്തെ ആദാം നിമിത്തം ആ നഷ്ടമായി പോയതൊക്കെ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു നിമിത്തം നമുക്ക് ദൈവം മടക്കിത്തന്നു. പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്നാ കർത്താവ് പറഞ്ഞത്. അപ്പം നമുക്ക് നഷ്ടമായി പോയ പല കാര്യങ്ങളും ക്രിസ്തു നിമിത്തം നമുക്ക് തിരികെ വന്നിട്ടുണ്ട്. പല അധികാരങ്ങളും നമുക്ക് ദൈവം തിരികെ തന്നിട്ടുണ്ട്. നമ്മുടെ നാവിന്റെ മേൽ ഒരു ശാപം നമ്മൾ പറഞ്ഞാൽ അത് ശപിക്കുമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അത് അനുഗ്രഹമാകും. ഇല്ലേ? നമ്മുടെ നാവിന് അധികാരമുണ്ട്. ദൈവത്തിന്റെ ജനമേ, നമ്മുടെ നാവിന് അധികാരമുണ്ട്. നാവ് ഒരു വലിയ തീയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ അതൊരു നെഗറ്റീവ് വശമാണെങ്കിലും അതിൻ്റെ ഒരു പോസിറ്റീവ് വശമുണ്ട്. ദൈവീകമായ നിയോഗം ലഭിച്ച, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച, ആത്മനിറവിൽ നടക്കുന്ന അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ച് അവൻ പറയുന്നതിന് അധികാരമുണ്ട്. ദൈവം നമ്മളോട് കൂടെ ഇരിക്കുകയാണ്. അപ്പൊ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം അത് അങ്ങനെ തന്നെ സംഭവിക്കും. പഴയ നിയമത്തിൽ ഏലിയാവൊക്കെ ദൈവവുമായിട്ടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് ഏലിയാവ് പറഞ്ഞപ്പോൾ ദൈവം ഏലിയാവിന്റെ വാക്കിനെ കണക്കിട്ടു. ഇല്ലേ? എന്നാൽ അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കുമ്പോൾ, നമ്മുടെ അകത്തിരിക്കുമ്പോൾ, നമ്മളിൽ ഇരിക്കുമ്പോൾ, നാം ദൈവത്തിന്റെ മന്ദിരമായി നമ്മളിൽ അവൻ വസിക്കുന്ന, നമ്മൾ പറഞ്ഞാൽ എത്രയധികം. എന്നാൽ പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നെ കൊണ്ടത് സാധിക്കത്തില്ലെന്നും, നിന്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്നും, നീ അന്ന് അത് പറഞ്ഞില്ലേ, നീ ഇന്ന് ഇത് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് അപവാദിയായ പിശാച് നമ്മുടെ വിശ്വാസ ജീവിതത്തെ, നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അവന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മളെ ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ, ഈ പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, നമ്മോടുകൂടെ ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഒന്നുകൂടി പറയാം, നമ്മോട് കൂടെ ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ആ വലിയവനായ ദൈവത്തെ ചുമക്കുന്ന ഞാനും നീയും വലിയവനാണ്.
കർത്താവിന് വിലയേറിയവനും മാന്യനുമാണ്. നമ്മളൊരു പക്ഷെങ്കിൽ പൊക്കം കൂടിയവനോ പൊക്കം കുറഞ്ഞവനോ, വണ്ണമുള്ളവനോ വണ്ണമില്ലാത്തവനോ, വെളുത്തവനോ കറുത്തവനോ ബ്രൗൺ നിറമുള്ളവനോ, സമ്പത്ത് കൂടിയവനോ സമ്പത്ത് കുറഞ്ഞവനോ, കുലമഹിമയുള്ളവനോ കുലഹീനനോ, ബലവാനോ ബലഹീനനോ ഏതുമായിക്കോട്ടെ, നമ്മളിൽ അധിവസിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ തിരിച്ചറിയണം. നമ്മുടെ അകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് വേണം ഈ നാളുകളിൽ നാം ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുവാൻ. എത്രയോ മാസങ്ങളായി ദൈവം നമുക്ക് അനുവദിച്ചു തന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കാലങ്ങളിൽ നാം ആയിരുന്നു നമ്മൾ വിവിധ നിലകളിൽ ദൈവത്തിനോടുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ചു. കർത്താവ് നമുക്ക് തരുന്ന ഇനിയുള്ള സമയങ്ങൾ നമ്മൾ ആരാണെന്നുള്ള ബോധ്യത്തോടെ, നാം ആരെ വഹിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ, ആര് നമ്മുടെ ഉള്ളിലിരിക്കുന്നു എന്നുള്ള ബോധ്യവും പേറി വേണം വരും ദിവസങ്ങളിൽ ദൈവരാജ്യത്തിന് വേണ്ടി നാം നിൽക്കുവാൻ. ദൈവത്തിന് മഹത്വം. അപ്പം തിരുവെഴുത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവൻ നമ്മോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കൂടെ ഇരിക്കുന്നവനായ ഒരു ദൈവമുണ്ട്, നാം അത് മറന്നു പോകരുത്. നമ്മുടെ രാഷ്ട്രീയക്കാർ നമ്മുടെ കൂടെ ഒന്നും ഇരിക്കത്തില്ല, സംഘടനക്കാർ നമ്മുടെ കൂടെ ഇരിക്കത്തില്ല. നമ്മുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ഇവരും മക്കളോ ഭാര്യയോ ഭർത്താവോ ഒന്നും നമ്മുടെ കൂടെ എപ്പോഴും ഇരിക്കണമെന്നില്ല. അവർക്കൊക്കെ പരിധിയുണ്ട്, പരിമിതികളുമുണ്ട്. എന്നാൽ പരിധിയും പരിമിതിയും ഇല്ലാത്തവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവന് പരിധിയുമില്ല, അവന് പരിമിതിയുമില്ല. അവൻ സർവ്വവ്യാപിയായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ കർത്താവിന്റെ പ്രത്യേകത, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. നമ്മുടെ ഈ ഭൂമിയിൽ നമ്മുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ കൂടെ ഇരിക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമെങ്കിലും അവർക്കൊക്കെ പരിധിയും പരിമിതിയും ഒക്കെ ഉണ്ട്. അപ്പോൾ തന്നെ പരിധിയും പരിമിതിയും ഒന്നും ഇല്ലാത്ത ഈ ദൈവം കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണെന്നാ പറഞ്ഞത്. ഏറ്റവും അടുത്ത തുണ. അപ്പൊ നമ്മൾ എൻ്റെ അരികിലിരിക്കുന്ന ഒരു വ്യക്തിയെക്കാൾ ഏറ്റവും അടുത്തത് ഏതാണോ നമുക്ക് അടുത്തിരിക്കുന്നത് അതിനേക്കാൾ ഏറ്റവും അടുത്ത തുണയാണ് നമ്മുടെ ദൈവം, നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ ലോകത്തിലുള്ളവരെല്ലാം നമ്മളെ കൈവിട്ടെന്ന് പറഞ്ഞാലും നമ്മെ കൈവിടാത്തവനായ ഒരുവനുണ്ട്, നമ്മുടെ കൂടെ ഇരിക്കുന്നവനായ നസ്രയനായ യേശു കർത്താവ്. യേശു കർത്താവ് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. അപ്പൊ നമ്മെ അനാഥനായി വിടാതെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. നമുക്കാരുമില്ല, അല്ലെ എന്നെ കേൾക്കാൻ ആരുമില്ല, എനിക്കാരുമില്ല എന്നൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നിയാലും നമ്മെ അനാഥനായി വിടാത്ത ഒരു നല്ല അപ്പൻ നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ആരൊക്കെ നമ്മെ തള്ളിക്ക പറഞ്ഞെന്ന് പറഞ്ഞാലും, ആരും നമ്മളെ സഹായിച്ചില്ലെങ്കിലും, വാസ്തവത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമുക്ക് കൂടെ ഒരാൾ ആവശ്യമായിട്ടിരിക്കുന്നത്, അല്ലേ? നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് ഒരു ഉപമ യേശു കർത്താവ് പറയുന്നുണ്ട്, നല്ല ശമരിയക്കാരന്റെ ഉപമ. അവിടെ ഒരു മനുഷ്യൻ അർദ്ധപ്രാണനായി മുറിവേറ്റ് വഴിയരികിൽ കിടക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അതിലെ കടന്നുപോയത്. ആ മനുഷ്യനെ ന്യായമായും സഹായിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിലിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് അതുവഴി കടന്നുപോയത്. പക്ഷെ അവർക്കാർക്കും അവനോട് കൂടെ ഇരിക്കാൻ പറ്റിയില്ല, അവനെ സഹായിക്കാൻ പറ്റിയില്ല. സ്തോത്രം. ലേവ്യനും പുരോഹിതനുമൊക്കെ അതുവഴി കടന്നുപോയി. എന്നാൽ അന്നത്തെ കാലത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട ശമരിയായിലെ ഒരു വ്യക്തി അതുവഴി കടന്നു വന്നു. അവനാണ് ഈ അർദ്ധപ്രാണനായി വഴിയിൽ കിടന്ന മനുഷ്യനെ തൻ്റെ വാഹനമൃഗത്തിൽ കയറ്റി. അവിടെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. വാഹനമൃഗത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ആക്കുന്നതും, എന്തെങ്കിലും വേണ്ടി വന്നാൽ ഞാൻ പിന്നീട് ചെയ്തു കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് അവനെ സേഫായി ഒരിടത്ത് ആക്കിയത് അവനെ സഹായിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ല. അവരൊന്നും അവനോട് കൂടെ ഇരുന്നില്ല. അവനോട് കൂടെ ഇരുന്നത്, സ്തോത്രം, ഈ ശമരിയക്കാരനാണ്. അപ്പൊ നമ്മുടെ കർത്താവ് അതുപോലെ നല്ല സ്നേഹിതനാണ്. തക്ക സമയത്ത് നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം.
ഇന്നത്തെ കാലത്ത് യുവജനങ്ങൾ, ചെറുപ്പക്കാർ, പയ്യന്മാർ അല്ലെങ്കിൽ കൊച്ചു പിള്ളേരൊക്കെ പറയുന്നൊരു കാര്യം, സൗഹൃദങ്ങളെ ചങ്ക് എന്നുള്ളൊരു പദപ്രയോഗത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒത്തിരി അവരുടെ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടാൽ ഏത് പാതിരാത്രിക്കും ഓടി വരുന്ന ചങ്ക്, അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ശരിക്കും നമുക്കൊരു അങ്ങനെ ഉള്ള വളരെ ചുരുക്കം ചിലരുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പരിപൂർണമായിട്ടും പറയുന്നില്ല. എങ്കിലും ഭൂരിഭാഗവും നമുക്കൊക്കെ എത്ര ചങ്കാണെന്ന് പറയുന്ന പുള്ളികളും, നമുക്കൊരു വീഴ്ച പറ്റട്ടെ, നമുക്കൊരു അപകടം പറ്റട്ടെ, നമുക്ക് ഒരു വലിയ പ്രതിസന്ധി വരട്ടെ, ഈ ചങ്കും കരളും ഒന്നും ആ സമയത്ത് കാണണമെന്നില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാനത് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. എൻ്റെ കുറച്ചും കൂടി വർഷങ്ങൾക്ക് പിന്നിൽ, എൻ്റെ യൗവനത്തിൻ്റെ ആരംഭങ്ങളിൽ, കൗമാര ദശകളുടെ അവസാനങ്ങളിലൊക്കെ ഇതേപോലെ തന്നെ സൗഹൃദങ്ങൾ മാത്രം, അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെ അല്ല അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാതെ സൗഹൃദങ്ങൾക്ക് മാത്രം വില കൽപ്പിച്ച് നടന്നതാണ്. പക്ഷെ ജീവിതത്തിൽ വന്നിട്ടുള്ള തിക്താനുഭവങ്ങളിലൊക്കെ ഈ ചങ്കും കരളും ഒന്നും നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതം അടർത്തിയെടുത്ത് തുറന്നു കാണിക്കാൻ നമുക്ക് പറ്റും. അന്നും യേശുവിനെ അറിഞ്ഞിട്ടും ആ യേശു നല്ല സ്നേഹിതനായി അംഗീകരിക്കാതെ ഈ ലോകത്തിന്റെ ആളുകളെ സ്നേഹിതന്മാരായി കൂട്ടുപിടിച്ചതിന്റെ കാരണം അന്നും ഉണ്ടായിട്ടുള്ള വലിയ കെടുതികളിൽ, വലിയ മാനസിക സംഘർഷങ്ങളിൽ, വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നല്ല സ്നേഹിതനായി കൂടെ ഇരുന്നത് ഈ കർത്താവായ യേശുക്രിസ്തു മാത്രമായിരുന്നു. അതുകൊണ്ട് ജീവിത അനുഭവങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയാണ്, ഈ ലോകത്തിലുള്ള ആരും നിങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് നിർബന്ധമില്ല. അവർക്കൊക്കെ പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എന്നാൽ പരിധിക്കും പരിമിതിക്കും ഒക്കെ അപ്പുറമായി നമ്മോട് കൂടെ ഇരിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവന് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളില്ല, അവന് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളില്ല. നമ്മളൊരു പക്ഷെങ്കിൽ ഒരു വലിയ രോഗത്താൽ അടിമപ്പെട്ട് ഹോസ്പിറ്റലായി മരണത്തോട് മല്ലിടിച്ച് കിടക്കുന്നു. നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഒക്കെ വരാൻ കഴിയാവുന്ന പരിമിതി എന്ന് പറയുന്നത് ICUവിന്റെ വാതിക്കൽ വരെയാണ്. എന്നാൽ അവരുടെ ഡോക്ടേഴ്സിനും സ്റ്റാഫിനും ഒക്കെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വരെ വരാം. പക്ഷെ ആ വിഷയത്തിനകത്തേക്ക് അധികമായി പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ, ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഒത്തിരി വിഷയങ്ങളൊന്നും അവഗാഹത്തോടെ പഠിച്ചില്ലെങ്കിലും ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മളെ അനാഥനായി വിടുകയില്ല. അവൻ ഒരു നാളും നമ്മളെ ഉപേക്ഷിക്കത്തില്ല. അവൻ നമ്മോട് കൂടെ ഉള്ള ദൈവമാണെന്നുള്ള ഉറപ്പ് നമ്മൾ പ്രാപിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അവന് തീ ഒരു വിഷയമല്ല, അവന് വെള്ളം ഒരു വിഷയമല്ല, അവന് പ്രതികൂലം ഒരു വിഷയമല്ല, അവന് സാഹചര്യം ഒരു വിഷയമല്ല, അവന് കാലാവസ്ഥ ഒരു വിഷയമല്ല. അവൻ സകലത്തെയും അതിജീവിക്കുന്നവൻ, സകലത്തിനും അതീതനായ ദൈവമാണ്. ഒരു പാട്ടിൽ ഇപ്രകാരം ഇരിപ്പുണ്ട്: അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്നെ കവിയുകില്ല, അഗ്നി അതിൽ നാലാമനായി. അപ്പോ അഗ്നി നമ്മെ ദഹിപ്പിക്കത്തില്ല, നദി നമ്മുടെ മേൽ കവിയില്ല, അഗ്നിയിൽ നാലാമനായി വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവമുണ്ട്. നമുക്കറിയാം, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് എന്നീ പ്രിയപ്പെട്ടവരെ രാജാവ് എരിയുന്ന തീച്ചൂളയിലേക്ക് എടുത്തിടുമ്പോൾ കൊണ്ടുപോയ ആളുകൾ വെന്തുപോയി. പക്ഷെങ്കിൽ ആ തീച്ചൂളയ്ക്കകത്ത് വെളിപ്പെട്ടു വന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്രതികൂലം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം വെളിപ്പെടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടല്ലോ, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നവനാണല്ലോ, ദൈവവചനം പറയുന്നു യേശു എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ ദൈവത്തിന്റെ വചനം പറയുന്ന ഉപദേശം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈ പ്രശ്നം വന്നപ്പോൾ യേശുവിൻ്റെയും ഇന്ന് പല ആളുകളുടെയും ചിന്തയും ധാരണയും അതാ. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് യേശു പ്രവർത്തിക്കണമെന്നാണ് നമ്മുടെ ചിന്ത.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല യേശുവിന് പ്രവർത്തിക്കാനുള്ളത്. ദൈവത്തിനൊരു സമയമുണ്ട്, അതാണ് തക്ക സമയം എന്ന് ബൈബിളിൽ പറയുന്നത്. പക്ഷെ ഒരു കാരണവശാലും ദൈവം നമ്മളെ പിശാചിനോ മരണത്തിനോ ഒന്നും ദൈവത്തിന്റെ സമയത്തിന് മുമ്പേ ദൈവം നമ്മെ വിട്ടുകൊടുക്കത്തില്ല, മരണത്തിനൊന്നും ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. നമ്മളൊരു വിഷമസന്ധിയിലാണെങ്കിൽ പോലും അതിനകത്ത് വന്നും ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. അവൻ അന്നരവും നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. നോക്കി, ഈ ബാലന്മാരെ തീയിലേക്ക് ഇടുവാൻ കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഒരു പക്ഷേ അങ്ങോട്ടും ഒക്കെ പരസ്പരം ഒക്കെ പുറപ്പെടുത്തിട്ടുണ്ടാകാം. അവരുടെ ദൈവം അവരെ വിടുവിക്കുന്നൊക്കെ പറഞ്ഞല്ലേ. അവര് നമ്മുടെ രാജാവിന്റെ ബിംബത്തെ വണങ്ങാത്ത പുള്ളികളല്ലേ. ഇപ്പം കണ്ടോ എന്ത് അവരുടെ ദൈവം പിടിച്ചു കിട്ടുമ്പോ ഇവര് പറഞ്ഞു, ചുമന്നുകൊണ്ട് പോകുമ്പോഴും ഇവരിത് പറഞ്ഞു, തീക്കകത്തോട്ട് ഇട്ടപ്പോഴും ഇവരിത് പറഞ്ഞു. എന്നാൽ ഇട്ട രാജാവ് കണ്ടു, നാം ഇട്ടത് 3 പേരെയല്ലേ, ഇപ്പോൾ 4മതൊരുവൻ, അവൻ ദൈവപുത്രനോട് സദൃശ്യൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇതിനു മുമ്പുള്ള ഘട്ടങ്ങളിലെല്ലാം ഇവര് ചിന്തിച്ചു, ദൈവം എന്ത് ചെയ്യും, ദൈവം അവരോട് കൂടെ ഇല്ല. എന്നാൽ ആ പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ദൈവം അവരോട് കൂടെ ഉണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നിങ്ങൾ അളവുകോൽ വെക്കല്, പരിമിതി വെക്കരുത്. അപ്പൊ ദൈവത്തിന് അസാധ്യമായ മേഖലകളിലും പ്രവർത്തിക്കുവാൻ കഴിയും. ഒരു വലിയ ബുദ്ധിമുട്ട് വന്നപ്പോൾ ദൈവം നമ്മളെ കൈവിട്ടപ്പെട്ടു പോയെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. ദൈവം ഒരിക്കലും അങ്ങനെ നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സമയങ്ങളോ കാലങ്ങളോ സാഹചര്യങ്ങളോ ഒന്നുമില്ല. യേശു കർത്താവ് ബഥാനിയയിലേക്ക് പോകുമ്പോൾ അവിടെ താമസിക്കുകയും ദൈവവചനം പറഞ്ഞു കൊടുക്കുകയും അവരുടെ ആ സൽക്കാരങ്ങൾ സ്വീകരിക്കുകയും ചെയ്തൊരു വീടാണ് ബഥാനിയയിലെ ലാസറിന്റെ, മറിയയുടെ, മാർത്തയുടെ ഭവനം. ആ ഭവനത്തിൽ അവർക്ക് ആ നാട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവർക്ക് ഇറച്ചിയും മീനും ചോറും കറിയെല്ലാം വെച്ചു കൊടുത്തപ്പോൾ യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കയറി വരാൻ യേശു ഉണ്ടായിരുന്നു. അപ്പൊ പല കാര്യങ്ങളിലും യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ദീനം വന്നപ്പം ഈ യേശുവില്ല, ഇല്ലേ? അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ലാസറിന് ദീനം കൂടി യേശുവിനെ അറിയിച്ചു, പക്ഷെ യേശു ചെന്നില്ല. അപ്പം ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ യേശു ഇല്ലായിരുന്നു. അപ്പൊ മരിച്ചപ്പോഴെങ്കിലും യേശു കൂടെ കാണുമെന്ന് വിചാരിച്ചു, മരിച്ചപ്പോഴും യേശു കൂടെയില്ല. സ്വാഭാവികമായിട്ടും സാധാരണ മനുഷ്യരുടെ അഭിപ്രായങ്ങൾ അങ്ങനൊക്കെ തന്നെയാണ്. രോഗം വന്നപ്പോഴേ യേശുവില്ലായിരുന്നു, മരിച്ചപ്പോഴേ യേശുവില്ലായിരുന്നു. ബഥാനിയിലെ സംഭവമാണ്. അപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മരിച്ച് 4 നാള് കഴിഞ്ഞാണ് യേശു ബഥാനിയിൽ ലാസറിന്റെ കല്ലറയുടെ അരികിൽ എത്തുന്നത്. അന്നേരവും സഹോദരി പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ മരിക്കത്തില്ല. അപ്പം നമ്മുടെ ഒരു ചിന്ത, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലെന്നാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ട്, ഉറപ്പാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ട്, അവൻ ഇമ്മാനുവേലാണ്. എന്നാലും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട്. സ്തോത്രം. നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ. അപ്പൊ ഈ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി ഇനിയും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ച ഇടത്താണ് സ്തോത്രം യേശു കർത്താവ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഹല്ലേലൂയ സമയങ്ങൾ കാലങ്ങൾ ഒന്നും ഒരു വിഷയമേ അല്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. നമ്മുടെ ചിന്താവിഷയം എന്തായിരുന്നു? ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ശരിക്കും ഈ കർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലായിരുന്നാലും ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമുക്കറിയാം, യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് യാത്ര ചെയ്തു പോയ ആളുകൾ അല്ലേ, അവർ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളായിരുന്നെങ്കിൽ പിന്മാറിപ്പോയവരല്ലേ, ഇനി അവരെ ഗണ്യമാക്കണ്ട എന്ന് നമ്മൾ വിചാരിച്ചാണ്. എന്നാൽ യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ യേശു ഇവരോട് സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, വാക്കിലും പ്രവൃത്തിയിലും ശക്തനായിരുന്ന പ്രവാചകനായ യേശു
മരിച്ചുപോയ കാര്യം. അപ്പൊ അവർക്കൊരു കാര്യം അറിയാം, യേശു വാക്കിലും പ്രവൃത്തിയിലും ശക്തനായിരുന്നു. എന്നാൽ ഞാനൊരു കാര്യം അവരോട് ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചേനും, എന്നിട്ട് നിങ്ങൾ എന്താ യേശുവിനെ അവിശ്വസിച്ചേ? അവൻ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ശക്തനായിരുന്നെങ്കിൽ. അപ്പോ അത് കഴിഞ്ഞ് അവർ പറയുന്നൊരു കാര്യമുണ്ട്, അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, ഞങ്ങൾ ആശിച്ചിരുന്നു. വാക്കിലും പ്രവൃത്തിയിലും ശക്തനാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനെ വീണ്ടെടുക്കുമെന്ന് അവർ ആശിച്ചിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ നിരാശ കൊണ്ട് മടങ്ങിപ്പോയേനെ. പക്ഷെ ഞാൻ ഇവരെ സ്നേഹിച്ചതും കൂടെ കൊണ്ട് നടന്നതും ഉപദേശിച്ചതും ഒക്കെ വെറുതെ ആയിപ്പോവല്ലോ, ഇവരൊന്നും ഗുണപ്പെടാനുള്ളവരല്ല എന്ന് പറഞ്ഞ് നമ്മളൊക്കെ മടങ്ങിപ്പോയന അവരോട് കൂടെ ഒന്നും നാം ഇരിക്കത്തില്ലായിരുന്നു. എന്നാൽ 29-30 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ യേശു അവരോട് സംസാരിച്ച് 29-30 വാക്യങ്ങളിലൊക്കെ വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ പോവാൻ ഭാവിച്ചപ്പോൾ അവരെ നിർബന്ധിച്ച് അവരോട് കൂടെ യേശു ഇരുന്നു, അവരോട് കൂടെ അപ്പം നുറുക്കി കഴിച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഏത് സാഹചര്യത്തിലും നമ്മോട് കൂടെ ഇരിക്കുവാൻ ഈ യേശു അല്ലാതെ ഉലകത്തിൽ ആരുമില്ല. അപ്പനും അമ്മയും സഹോദരനും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ബേസ് ചെയ്ത് നിൽക്കും. അവരൊക്കെ ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഉലക സ്ഥാപനത്തിന് മുമ്പേ, ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുമ്പേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ വിളിച്ച് വേർതിരിച്ച് മുന്നമേ കണ്ട് നമ്മെ പേർ ചൊല്ലി വിളിച്ചവനായ ഒരു ദൈവം, ആമേൻ, അവന് കാലങ്ങൾ, സമയങ്ങൾ, സാഹചര്യങ്ങൾ ഒന്നും ഒരു വിഷയമേ അല്ല. സ്തോത്രം. സകല മനുഷ്യരും നമ്മെ തള്ളിപ്പറഞ്ഞാലും, സകലരും നമ്മോട് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോയാലും, ആമേൻ, ഒരിക്കലും ആമേൻ വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോകുന്നവനല്ല ഞാൻ ആരാധിക്കുന്ന നസ്രേനായ യേശു കർത്താവ്. അവന്റെ പ്രത്യേകത നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മോട് കൂടെ ഇരിക്കുന്നവനായ ദൈവമാ. അവന് സ്തോത്രം തീ ഒരു വിഷയമല്ല, അവന് വെള്ളം ഒരു വിഷയമല്ല, അവന് കാലാവസ്ഥ ഒരു വിഷയമല്ല, അവന് സാഹചര്യം ഒരു വിഷയമല്ല, അവന് വ്യക്തികൾ ഒരു വിഷയമല്ല, അവന് സ്വഭാവം ഒരു വിഷയമല്ല, അവന് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ സ്തോത്രം കുലമോ മഹിമയോ ഇതൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. അവൻ നമ്മോട് ഏത് സാഹചര്യത്തിലും എപ്പോഴും കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ മഹത്വത്തിന്റെ പ്രത്യാശയായ കർത്താവ് നമ്മിൽ ഇരിക്കുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടി, അവൻ നമ്മിൽ ഇരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് നേടുവാൻ കഴിയും, എന്തൊക്കെ പരിവർത്തനങ്ങൾ നമുക്കുണ്ടാകും, നമുക്കേതൊക്കെ മേഖലകളിൽ എന്തൊക്കെ ചെയ്യുവാൻ കഴിയുമെന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ തിരിച്ചറിയണം. ആമേൻ. ഒരു പ്രാവശ്യം കൂടി ഞാൻ ആവർത്തിക്കട്ടെ, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളിൽ ഇരിക്കുന്നവനേക്കാൾ വലിയവനാണ്. ആമേൻ. നമ്മിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിൽ ഇരിക്കുന്നവനേക്കാൾ വലിയവനാണെന്നുള്ള ഉത്തമ ബോധ്യം, ഉറപ്പ്, ധൈര്യം പ്രാപിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ടോടുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വായിച്ച വാക്യം ഇത് തന്നെയായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. 1-ാം അധ്യായം 22 മത്തായി 1:22 ഇങ്ങനെയാണ് എഴുതിയിരുന്നത്, അവൻ നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, യേശു നമ്മോട് കൂടെയുണ്ട്. ഒന്നുകൂടി പറയട്ടെ, യേശു നമ്മോട് കൂടിയുണ്ട്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, യേശു നമ്മോട് കൂടിയുണ്ട്. ആ യേശുവിന് നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ അവന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ്, അവൻ ഉള്ളപ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യുവാൻ കഴിയും, ഞാൻ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവനാമത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവസരമൊരുക്കി തന്ന എല്ലാ കർത്തൃവൃത്യന്മാർക്കും വിശേഷാൽ വന്ദനവും നന്ദിയും അറിയിക്കുന്നു. എന്നെ പ്രാർത്ഥനയോടെ ശ്രവിച്ച സ്തോത്രം എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് ശേഷം നടക്കുന്ന പ്രഭാഷണ പരമ്പരകൾ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദേവദാസന്മാരെ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.